ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഞ്ജു മിഥുൻ, ചീഫ് കൺസൾട്ടന്റ് ഹീൽവെൽ ഹോമിയോപ്പതി തൃശൂർ. നമുക്ക് നമ്മളുടെ കുട്ടികളോട് ചെയ്യാവുന്ന ഏറ്റവും ദ്രോഹമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? അവരെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്തുകൊണ്ട് എണീപ്പിക്കുക. ചിലപ്പോൾ അവർ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാവും ഉറങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് രാവിലെ എണീക്കാൻ മടിയുണ്ടാവും. അപ്പൊ അവര് കുറച്ചു നേരം കൂടെ കിടക്കട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ സ്വാഭാവികമായിട്ടും അമ്മമാർക്ക് ജോലിക്ക് പോകാനുണ്ടാവും, അല്ലെങ്കിൽ സ്കൂൾ ബസ് വരാനുള്ള ടൈം ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് അവരെ എണീപ്പിക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം രാവിലെ തന്നെ അവർക്ക് ഫുൾ നെഗറ്റീവ് എനർജി ആയിട്ട് മാറും. ഇപ്പൊ നമുക്ക് തന്നെ അങ്ങനെയാണല്ലോ, രാവിലെ തന്നെ ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ദിവസം മൊത്തം കൊളാവും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കായാലും രാവിലെ തന്നെ അവരുടെ എനർജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ദിവസം മൊത്തം ഫ്ലോപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ അവരെ എണീപ്പിക്കുമ്പോൾ അവർക്കൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് അവരെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിലൂടെ അവരുടെ ഫുൾ ഡേ പോസിറ്റീവ് ആയിരിക്കാനും അവർക്ക് നല്ല എനർജറ്റിക് ആയിരിക്കാനും നന്നായിട്ട് പഠിക്കാനും ഒക്കെ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ എത്ര എൻജോയ്മെന്റ്സ് ഉണ്ടെങ്കിലും എത്ര രസമാണെങ്കിലും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ ഒരു വിഷമം ഉണ്ടാവും. അതും നമ്മൾ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് അവരെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് രാവിലെ തന്നെ അവരുടെ ഒരു ദിവസം മൊത്തം നമ്മളായിട്ട് സ്പോയിൽ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികളും രാത്രി കിടക്കാൻ വേണ്ടി ബെഡിലേക്ക് പോകുന്നത് കരഞ്ഞുകൊണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ പാരന്റ്സ് ചീത്ത പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിൽ വഴക്കാവുമ്പോൾ അത് കേട്ടിട്ട് കുട്ടികൾക്ക് വിഷമം സഹിക്കാൻ വയ്യാണ്ട് അവര് കരഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന എത്രയോ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അതും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ പാരന്റ്സ് ശ്രദ്ധിക്കണം. അവര് രാത്രി കിടക്കുന്നതിന്റെ ഒരു 1.5 മണിക്കൂർ മുൻപും അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ഒരു 1.5 മണിക്കൂർ ടൈമുമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. ആ സമയത്ത് മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളും പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളുമാണ് അവരിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത്. അതുവഴി നമ്മുടെ കുട്ടികൾ എന്നും ഹാപ്പി ആയിരിക്കാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും തുടങ്ങും. താങ്ക്